ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി പണിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മുടെ ചലഞ്ചർ ഇപ്പം നമ്മളുള്ളത് നമ്മൾ എയർ സസ്പെൻഷൻ കയറ്റാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ സസ്പെൻഷൻ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം 8 മണിക്കൂറാണ് അവർ ചോദിക്കുന്നത്. പിന്നെ നോമ്പായതുകൊണ്ട് വർക്കിംഗ് ടൈം വ്യത്യാസമുണ്ട്. അതായത് 4 to 8 വരെ ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നാളെ ഇൻഷാല്ലാ എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, എയർ ചെയ്തതിന് ശേഷം നമ്മൾ റാപ്പ് ചെയ്യാൻ കയറ്റുന്നുണ്ട്. അങ്ങനെ ചില്ലറ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫുൾ വീഡിയോ വരുന്നുണ്ട്. എല്ലാം, അതായത് എല്ലാം വർക്ക് ചെയ്യുന്നത് എല്ലാം A to Z വീഡിയോസിലുണ്ടാവും കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എയർ സസ്പെൻഷനോ അല്ലെങ്കിൽ ബോഡി കിറ്റ്സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ പണിയും, എങ്ങനെ ഡൗട്ട് കാര്യങ്ങൾ നമ്മുടെ ദുബൈയിൽ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും വിളിക്കുക. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ എടുക്കും. സോ നമ്മളിത് വണ്ടി ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തെല്ലോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ടണ്ടർ എടുക്കുന്നുണ്ട്. ഇവിടെ 2 ബൈക്കൊക്കെ കയറ്റി വെച്ചിട്ട് ഫുള്ളി ലിഫ്റ്റ് ചെയ്തിട്ട് മാഷാഅല്ലാഹ് അടിപൊളി സാധനം കേട്ടോ. രക്ഷയിൽ വണ്ടി അടിപൊളി എന്നാണ്. അടിപൊളി 2 ഡെഡ് ബൈക്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഏതാ മൂടല്ലേ, സസ്പെൻഷൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. വേറെ രണ്ടാ. അപ്പോൾ നമ്മൾ ഡോഡ്ജ് ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഡോഡ്ജ് നമ്മളിനി നാളെ വന്നിട്ട് എടുക്കും. കാരണം ഒരു കുറച്ച് തന്നെ തുടങ്ങുള്ളൂ. വർക്ക് ഓൾറെഡി പെൻഡിങ് ഉള്ളതുകൊണ്ട് കുറച്ച് തന്നെ തുടങ്ങുള്ളൂ കേട്ടോ. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതായത് അപ്പുറത്തോട്ട് ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വണ്ടി മാറ്റിയിട്ട് ഇതും മാറ്റിയിട്ട് അപ്പുറത്തോട്ട് ഇടും കേട്ടോ. എന്നിട്ട് ചെയ്യും. ആകെ സൗണ്ട് ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞത് കേൾക്കണമെന്ന് അറിയില്ല. ഏത് ലുക്കിലെ മാഷാഅല്ലാഹ്. അയ്യോ, ഇത് ടെൻഡറല്ല കേട്ടോ, ടാക്കോമയാണ്. ഐ എം സോറി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാക്ക് കണ്ടപ്പോൾ ടെൻഡറെന്ന് ചോദിച്ചപ്പോൾ ഫ്രണ്ട് ഞാൻ എപ്പോഴാണ് കാണുന്നത്. ഹെഡ്ലൈറ്റ് നോക്കി നോക്കുമ്പോഴാണ് ടാക്കോമയെന്ന് മനസ്സിലായത്. യാ മോനെ, സീന് സാധനം. അയ്യോ, ആക്ച്വലി സൈഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടണ്ടറയും ടെക്കമൊക്കെ ഒരുപോലെയാണ്. അടിപൊളി. സോ നമ്മുടെ വർക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ സൈഡും അയച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് സസ്പെൻഷനൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിൽ ആ സൈഡും അയച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, സ്പ്രിങ് അയച്ച് ബാക്കിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡും അയച്ചു വെച്ചിട്ടുണ്ട്. പൊളി. പിന്നെ അവരുടെ സെറ്റിംഗ് ആണ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് കയറ്റുക കേട്ടോ. വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. കിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാവുന്ന പരിപാടിയാണ്. ഫൈനലി ഗായ്സ്, നമ്മളെ വണ്ടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നോമ്പ് പറഞ്ഞിട്ടുണ്ട്. നേരെ പോകുന്നതാണ് കേട്ടോ. അതായത് ഇന്നലെ നമ്മൾ ഉച്ചയാകുമ്പോൾ വണ്ടി ഇട്ട് കൊടുത്തു. ഇന്ന് ഉച്ചയാകുമ്പോഴത്തേനും പണി കഴിഞ്ഞു കേട്ടോ. കാരണം നോമ്പായതുകൊണ്ട് കുറച്ച് എന്താ പറയുക, ഓഫ് ടൈം ഉണ്ട്. ആ ഓഫ് ടൈം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ 8 മണിക്കൂർ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ വണ്ടി മാഷാഅല്ലാഹ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി റാപ്പിംഗ് ആണ്. റാപ്പ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവീലിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ റാപ്പിന് കയറ്റാനുള്ള പ്ലാനാണ് കേട്ടോ. ഓക്കെ, ആകെ മൊത്തത്തിൽ സൗണ്ട് ഉണ്ടാവും. ഞാൻ പറയണത് കേൾക്കണ്ടെന്ന് അറിയില്ല. അപ്പോൾ വണ്ടിയുടെ ഓൾമോസ്റ്റ് ലുക്ക് ഇതാണ്. ഇനി ഞാൻ താഴ്ത്തിയിട്ടുള്ളത് കാണിച്ചു തരാം. ഇതാണ് റിമോട്ട് കേട്ടോ. കാരണം എൻ്റെ വണ്ടിയിൽ കയറ്റിയ, നമ്മുടെ മസ്താങ്കിൽ കയറ്റിയ കിറ്റ് അല്ല ഇതിൽ കയറ്റിയേക്കണത്. ഇതിൽ വേറെ തന്നെ കിറ്റാണ്. ഡുവൽ കംപ്രസ്സാണ് വരുന്നത്. കുറച്ചും കൂടി വലിയ ക്യാനും അതുപോലെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ഫാസ്റ്റും പിന്നെ താവാൻ കുറച്ചും കൂടി ഫാസ്റ്റൊക്കെ ആയിട്ടാണ് പൊന്തറവും താവണമൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് കൂടി കിറ്റാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഇനി താഴ്ത്തിയിട്ടുള്ള ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ താഴ്ത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ടയർ പ്രൊഫൈൽ നമുക്ക് കുറക്കണം. ടയർ പ്രൊഫൈൽ കൂടുതലാണ്. മേ ബി ചിലപ്പോൾ നമ്മൾ വീല് മാറ്റും. ഇതിന് ശേഷമാണ് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് ലുക്ക്. ഇനി ഞാൻ താഴ്ത്തിയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, ബാക്ക് ആഴ്ത്ത ആദ്യം നോക്കിക്കോട്ടോ. ആ മോനെ, ബാക്കിരുന്ന് മാഷാഅല്ലാഹ്. വേണ്ട, ഫ്രണ്ട് ഇരുന്ന് ഏത് ലുക്ക് നോക്കില്ലേ. എൻ്റെ പൊന്നെ സീന്. ഇപ്പൊ കാണിച്ചേട്ടാ, ഇത് പെട്ടേട്ട ഒന്ന് നോക്ക്. പിന്നെ നമ്മൾ ഇതിലിട്ട ബാഗും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൽ കോയിൽ ഓവർ വിത്ത് ബാഗാണ് വരുന്നത്. പിന്നെ 3 ലെയർ ബാഗ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ബാക്കിൽ 12 ലെയർ 2 ലെയർ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ കിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ,
പിള്ളേർ അവിടെ ഉണ്ട്. നിഷാർക്കും പിള്ളേരും അവിടെ പ്ലാനിങ്ങിലാണ്, വണ്ടി പണിയേണ്ട പ്ലാനിങ്ങിലാണ്. താഴ്ന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വേറെ തന്നെ ലുക്കായിട്ടാ. മാഷാ അല്ലാ പറയല്ല, വേറെ തന്നെ 100 സാധനം. ഇനി നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് റാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. റാപ്പ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാ നാളെ എത്തും. നാളെ എത്തിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് അടിക്കുക. ഒറ്റ ദിവസം പണിയുള്ളൂ കേട്ടോ റാപ്പിങ്ങിന്. ഒറ്റ ദിവസം കൊണ്ട് റാപ്പിങ് ചെയ്ത് ഇതിൻ്റെ റിവീലിങ് ഇൻസ്റ്റയിൽ ഒഫീഷ്യൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. റീലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതിന് വേണ്ടി ചെയ്തോ. നമ്മളിത് വണ്ടി എടുത്തിട്ട് ഇറങ്ങി. ഒരു ദിവസം മിസ് ചെയ്തിട്ടോ ഈ വണ്ടി. കാരണം എന്താ വെച്ചാൽ എയർ സസ്പെൻഷൻ ഇട്ട് കൊടുത്തപ്പോ ഓടിക്കാൻ പറ്റില്ല. കാരണം സത്യം പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ആകെ ഓടിച്ചത് അബുദാബി ഡ്രൈവാണ്. അതിലാണ് ഞങ്ങൾക്ക് ഈ വണ്ടി മൊത്തത്തിൽ ഇണങ്ങിയത്. അതിനുശേഷം വണ്ടി പോയപ്പോൾ ഭയങ്കര മിസ്സിങ് കിടന്നു. കാരണം പിന്നെ മസ്താങ്ങിൽ അടക്കുമ്പോൾ ഭയങ്കര പവർ വ്യത്യാസം. മസ്താങ് ഓടിക്കുമ്പോൾ ചവിട്ടിയിട്ടും ഇതിന്റെ അത്ര കണ്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സെറ്റ് ഉണ്ടോ മാഷാല്ല. കംഫർട്ടും കാര്യങ്ങളൊന്നും കുറവൊന്നുമില്ല കേട്ടോ. സെറ്റ് കംഫർട്ട് കാര്യങ്ങളാണ്. പിന്നെ എന്റെ മസ്റ്റാങ്ങിൽ കയറ്റിയ എയർ അല്ല ഇതിന് കയറ്റിയേക്കുന്നത്. കുറച്ചുകൂടി കൂടിയതാണ്. 12 കംപ്രസറും കാര്യങ്ങളും വരുന്നതാണ്. സിസ്റ്റം വ്യത്യാസമുണ്ട്, മുടിയോട് വ്യത്യാസമുണ്ട്. നമ്മൾ യൂട്ടൺ ഓക്കെ. അപ്പോൾ നമ്മളിതാ വണ്ടി എടുത്തിട്ട് ഇറങ്ങി മെയിൻ റോട്ടിൽ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഫാദർ ഉണ്ട് കേട്ടോ ബാക്കിൽ കാണാം. ഫാദുമാൻ ഓക്കെ. ഞങ്ങൾ 3 ആളുണ്ട് ഇതിൽ നമുക്കിപ്പോൾ നോർമലി ആൾക്കാർ വെച്ച് പോലെ തന്നെ നോർമലി വണ്ടി യൂസ് ചെയ്യുന്ന പോലെ എയർ സസ്പെൻഷൻ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ലൈറ്റ് ഓണാക്കിക്കോ സ്റ്റിയറിംഗിൻ്റെ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നേരെ വണ്ടിൻ്റെ വണ്ടിയുടെ പാർക്കിങ്ങിൽ എടുക്കണം. മസ്താങ് എടുക്കണം. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയ ഡ്രൈവിന് ഇറങ്ങുന്നുണ്ട്. അതിന് മുന്നേ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം അല്ലേ. 2 വണ്ടിയുമേ ചളിയുണ്ട്, 2 വണ്ടിയുമേ ചളിയുണ്ട്, ഇതുമേ ചളിയുണ്ട്. ഒന്ന് വാഷ് ചെയ്യണം. ഇനി റാപ്പ് ചെയ്തിട്ടാണ് ബാക്കി. റാപ്പിങ്ങിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒഫീഷ്യൽ വീഡിയോ ഒക്കെ ഉണ്ടാവും അല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം വരുന്നുണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ. സോ ഗായ്സ് നമ്മളിത് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി വന്നേക്കത് മസ്താങ് ഉണ്ട്. മസ്താങ് എടുത്തോണ്ടെന്ന് നമ്മൾ മസ്താങ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ജസ്റ്റ് ഫോം വാഷ് പോലത്തെ ഒരു വാഷാണ് കേട്ടോ. ഓക്കെ. പ്രഷർ വാഷ് ചെയ്തിട്ടില്ല. തൽക്കാലത്തിന് നമുക്ക് ഇന്ന് കൊണ്ടുനടക്കാൻ ഭാഗത്തിനുള്ള വാഷും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മസ്താങ് ഇതേ വാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ലെവലിൽ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ. പിന്നെ പ്രഷർ വാഷ് പിന്നെ ചെയ്യുക. നമ്മുടെ പിള്ളേരവിടെ ഓരോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വണ്ടി കളർ മാറ്റേണ്ട പ്ലാനിങ്ങിലാണ്. അത് നമുക്ക് സൈറ്റിൽ കയറിയിട്ട് ആഡ് ചെയ്യണം. നമ്മുടെ കളർ എന്ന് പറയുമ്പോൾ സംതിങ് വെറൈറ്റി കളറാണ്. ഇപ്പോൾ അവർ ദുബായ് പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആ കളറ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം. കാരണം ഇത് കളർ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പിൽ നമ്മൾ വണ്ടറെ ഫുൾ സൈഡ് പിക്ചർ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. ഐ മീൻ അതിൽ അപ്രൂവൽ കൊടുക്കുക. പിക്ചർ അതിൽ ആഡ് ചെയ്തിട്ട് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ആഡ് ചെയ്യണം, അതായത് അപ്രൂവൽ കിട്ടുമോ ഇല്ലയെന്ന് അവർ കൺഫർമേഷൻ ഒരു റിക്വസ്റ്റ് തരും. ആ റിക്വസ്റ്റ് ആ ഒരു നോട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ റാപ്പ് ചെയ്തിട്ട് നമ്മൾ അടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപ്രൂവൽ കിട്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നോക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ദുബായിൽ. അപ്പോൾ അത് ദുബായ് പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. നമ്മുടെ നാട്ടിലൊക്കെ MVDക്ക് വിളിച്ചിട്ട് എന്താ പറയുക, ഈ കളറ് ഞാൻ അടിക്കാൻ പോട്ടെ എന്നൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രസമാവും. ഓക്കെ. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് അവർ, പ്ലാനിങ്ങിലാണ്. വേണ്ട ഫുൾ പ്ലാനിങ്. ദുബായ് പോലീസിനെ വിളിക്കാനുള്ള പരിപാടിയാണ്. അത് വിളിക്കാൻ ടൈമിൽ ആ ഒരു കോൾ ആഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വിളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. എന്നിട്ട് വേണം നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് അപ്രൂവൽ കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നമ്മൾ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങായി.
പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കറമേ പോവാണ് അല്ലേ? ലിയ വന്നിട്ടുണ്ട് കേട്ടോ, ലിയ ബാക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ നിഷാർക്കതേ അവിടെ ഫ്രണ്ടിലുണ്ട്, അവിടുന്ന് വണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ കണ്ട അവിടെ വണ്ടി ഇരിക്കുന്നുണ്ട് ഞങ്ങൾ മസ്താങ്ങിൽ. ഓക്കെ, മസ്താങ്ങിൽ എടുത്തോണ്ടതാണ് കേട്ടോ ഞങ്ങൾ രണ്ടും കൂടെ ഡ്രൈവിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എടുത്തോണ്ടതാണ്. ഓക്കെ, സോ ഗായ്സ് നമ്മളിത് കറാമയിലെത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു കേട്ടോ. ഫുള്ള് തിരക്കാണ് കേട്ടോ, പൂരാണ് അവിടെ. ഏതാ മൂട്. ബൈ ബൈ, അവർ പോയിട്ടാ, ഞങ്ങളും പോയി. സോ ഗായ്സ് ഞങ്ങൾ കറാമയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഫൈനലി ഗായ്സ് ഞങ്ങൾ രണ്ടായി. നിഷാർക്ക വേറെ പോയി, നിഷാർക്ക റൂമിൽ പോയി. അത് അവിടുന്ന് കറാമയിൽ നിന്ന് കിശേസിക്ക് നിഷാർക്കാക്ക് അങ്ങനെ വേറെ വഴിയുണ്ട്. ഞങ്ങളിങ്ങനെ നേരെ ഇങ്ങോട്ട് പോകുന്നു, റൂമിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ വണ്ടി ഇൻഷാല്ലാ അടുത്ത പരിപാടി നമുക്ക് റാപ്പിംഗ് ആണ്. റാപ്പിംഗ് ചെയ്തിട്ട് കളർ വേറെ തന്നെ ഒരു മൂഡ് കളറാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. അതിന് അപ്രൂവൽ കിട്ടില്ലെന്നൊന്നും അറിയില്ല, അത് കിട്ടില്ലെന്ന് നോക്കട്ടെ. എന്നിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നാളെ അപ്രൂവൽ കിട്ടും. നാളെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ റാപ്പ് ചെയ്യും. നാളെ തന്നെ ഇൻഷാല്ലാ റാപ്പ് കിട്ടാം. അപ്പോൾ റാപ്പ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കാം. പക്ഷേ കളർ റിവീൽ ചെയ്തതിന്, അതായത് നമ്മുടെ വണ്ടർ റിവീൽ ചെയ്തതിന് ശേഷം ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാണ്. നമുക്ക് അടുത്ത വീഡിയോ ആണ്.